അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഈ പ്രൗഢമായ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ വയനാട് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പണ്ഡിത സഭയുടെ പ്രസിഡന്റ് കൂടിയായ സമാദരണീയനായ പണ്ഡിതൻ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ, ഇവിടെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ച CPM-ൻ്റെ പ്രതിനിധി സുരേഷ് താളൂർ, മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായി സംസാരിച്ച അയ്യൂബ് സാഹിബ്, വേദിയിൽ എനിക്ക് ശേഷം ഈ ഫാമിലി കോൺഫറൻസിൽ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കാനിരിക്കുന്ന എൻ്റെ സുഹൃത്ത് ഹാരിസ് ബിൻ സലീം, ഹുസൈൻ സലഫി, വയനാട് ജില്ലയിലെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന വേദിയിലെ സംഘടനാ സാരഥികളെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ സദസ്സിൽ എന്ന പോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ വയനാട് ഫാമിലി കോൺഫറൻസിനോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, ഓൺലൈനിൽ ഇത് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സഹൃദയരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വീണ്ടും ഒരു ഫാമിലി കോൺഫറൻസിൽ ഒത്തുചേരാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഈ കഠിനാധ്വാനത്തിന് ആദ്യമേ ഞാൻ നന്ദി പറയുകയാണ്. വയനാട് പോലെയുള്ള ഒരു മലയോര പ്രദേശത്ത്, അതും ജില്ലയുടെ ഒരു അറ്റത്ത്, ഈ വടുവഞ്ചാൽ എന്ന് പറയുന്ന ഈ നാട്ടിൽ ഇത്രയും മനോഹരമായി ഈ സമ്മേളനം സംഘടിപ്പിക്കാൻ പാകത്തിലുള്ള കരുത്ത് വയനാട് ജില്ലയിലെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രവർത്തകന്മാർക്ക് കൈവരിക്കാനായി എന്നതിൽ വളരെ വലിയ സന്തോഷം നിങ്ങളെപ്പോലെ ഞാനും പങ്കുവെക്കുകയാണ്. എത്രയോ മാസങ്ങളായി ഓരോ വീടുകളിലൂടെയും കടകളിലൂടെയും അങ്ങാടികളിലൂടെയും ഒക്കെ ഇതിൻ്റെ സന്ദേശ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇതിൻ്റെ പ്രവർത്തകരെ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെയും അതിൻ്റെ യുവജന വിഭാഗത്തിൻ്റെയും വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെയും വനിതാ വിങ്ങിൻ്റെയും ഗേൾസ് വിങ്ങിൻ്റെയും ഒക്കെ ജില്ലയിലെയും മണ്ഡലത്തിലെയും ശാഖയിലെയും എല്ലാ പ്രവർത്തകരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അള്ളാഹു ഇതൊരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്നെല്ലാം സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു തുടക്കമല്ല, ഇതൊരു തുടർച്ചയാണ്. ഒന്നാമത്തെ ഫാമിലി കോൺഫറൻസ് നിലമ്പൂരിലാണ് നടന്നത്. അതിനുശേഷം കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിലും, പിന്നീട് പാലക്കാട് പുതുനഗരത്തും, കോഴിക്കോട് പയ്യോളിയിലും, അതിനുശേഷം കോട്ടക്കൽ വെച്ചുകൊണ്ടും, ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലുമൊക്കെയായി 6ഓളം ഫാമിലി കോൺഫറൻസുകൾ കഴിഞ്ഞതിന് ശേഷമാണ് 7ാമത്തെ ഫാമിലി കോൺഫറൻസ് ഈ വയനാടിൻ്റെ മണ്ണിൽ ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച തൃശ്ശൂർ ജില്ലയുടേത് ചാവക്കാട് വെച്ചുകൊണ്ട് നടക്കാനിരിക്കുകയാണ്. തുടർന്ന് മറ്റെല്ലാ ജില്ലകളിലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഫലപ്രദമായ രീതിയിൽ തന്നെ മുന്നോട്ട് നീങ്ങുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് ചേരുന്നത്. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, മുൻവിധികൾ മാറ്റിവെച്ചുകൊണ്ട് ഈ ഫാമിലി കോൺഫറൻസിൽ അവതരിപ്പിക്കപ്പെടുന്ന വിഷയങ്ങൾ നിങ്ങൾ കേൾക്കണമെന്ന് തന്നെയാണ്. നമ്മളൊക്കെ ചെറുപ്രായത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു
പാഠഭാഗമുണ്ടായിരുന്നു. മുതിർന്ന ആളുകൾക്ക് അത് ഓർമ്മയുണ്ടാകും. ഒരു കർഷകൻ അദ്ദേഹത്തിൻ്റെ വയലിലെ പണി കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് നടന്നു വരികയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഉള്ളിൽ നിന്ന്, ബെഡ്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹം വളർത്തി വലുതാക്കി കൊണ്ടുവന്ന അയാളുടെ വളർത്തുനായ വായിൽ രക്തവുമായി ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു രംഗം. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കുട്ടിയുണ്ട്, തൊട്ടിലിൽ കിടന്നിറങ്ങുന്ന കുട്ടിയുണ്ട്. ആ കുട്ടി അലമുറയിട്ട് കരയുന്ന ശബ്ദവും അയാൾ കാണുകയാണ്. റൂമിൽ കുട്ടി കരയുന്നു. ആ റൂമിൽ നിന്ന് തൻ്റെ വളർത്തുനായ വായിൽ ചോരയുമായി ഇദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഇങ്ങോട്ട് വരുന്നു, ഇറങ്ങി വരുന്നു. ഈ രംഗം കണ്ട പാടെ അദ്ദേഹം തൻ്റെ കയ്യിലുള്ള ആ വെട്ടുകത്തി ഉപയോഗിച്ച് ആ നായയെ നിഷ്കരുണം വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. കാരണം അദ്ദേഹം ഉറപ്പിച്ചു, തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയെ കടിച്ചു കുടഞ്ഞുകൊണ്ട് അതിൻ്റെ ബ്ലഡുമായിട്ടാണ് നായ പുറത്തേക്ക് വരുന്നത് എന്ന് അയാൾ ഉറപ്പിച്ചു. അങ്ങനെ ഓടിച്ചെന്ന് തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയെ എടുക്കാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലായത്, ആ കുട്ടിയെ കൊത്താൻ വേണ്ടി മുറ്റത്ത് നിന്ന് മെല്ലെ ഇഴഞ്ഞു വന്ന ഒരു പാമ്പിനെ അത് കണ്ടപ്പോൾ ആ നായ പോയി കടിച്ച് ആ പാമ്പിനെ കൊന്ന ശേഷം തിരിച്ചു വരികയാണ്. അതിൻ്റെ ബ്ലഡായിരുന്നു ആ നായയുടെ ചുണ്ടിലുണ്ടായിരുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിന് ആ നായയെ വെട്ടിക്കൊന്നതിലുള്ള വിഷമവും സങ്കടവും അയാൾക്ക് പിന്നീട് സഹിക്കാൻ കഴിയുന്നില്ല. ആ മനുഷ്യന്റെ ഒരു അവസ്ഥ നിങ്ങൾ നോക്കൂ. സ്വന്തം കുട്ടിയെ പാമ്പിന്റെ കടിയിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി ആ നായ പ്രവർത്തിച്ചപ്പോ അതറിയാതെ തെറ്റിദ്ധരിച്ചുകൊണ്ട് മുൻവിധി വെച്ചുകൊണ്ട് ആ നായയെ നിഷ്കരണം കൊന്ന മനുഷ്യന്റെ സങ്കടത്തെക്കാൾ വലിയ സങ്കടമാണ് ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമ്പോൾ ചില ആളുകളൊക്കെ ആരോ പറഞ്ഞത് കേട്ട് ഇങ്ങനെ ഒരു ഫാമിലി കോൺഫറൻസ് നടന്നു വരുമ്പോൾ അത് കേൾക്കരുത്, അതറിയരുത് എന്നൊക്കെയുള്ള രീതിയിൽ പ്രചരിപ്പിക്കുമ്പോൾ എന്താണ് അവിടെ പറയാൻ പോകുന്നത്? അത് ഞങ്ങളെ വിമർശിക്കുകയാണോ, അതോ ഞങ്ങളുടെ ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും സുരക്ഷിതമായ ജീവിതത്തിന് അനുഗുണമായ കാര്യങ്ങളാണോ അവിടെ പറയുന്നത്? ഞങ്ങളെ രക്ഷിക്കുകയാണോ ഞങ്ങളെ ശിക്ഷിക്കുകയാണോ എന്ന് തിരിച്ചറിയാതെയാണ് പലരും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ചരിത്രം ബഹുമാന്യനായ പറപ്പൂർ മൗലവിയോട് സൂചിപ്പിക്കുകയുണ്ടായി. ഇത് കടന്നു വന്നത് മുൻവിധികൾ വെച്ചുകൊണ്ട് നടന്നിരുന്ന പലരും ഇത്തരം പ്രഭാഷണങ്ങൾ ആദ്യാവസാനം കേട്ടപ്പോൾ ആ കർഷകന്റെ മനസ്സുപോലെ വിങ്ങിക്കരഞ്ഞ അനവധി രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മുൻവിധി മാറ്റിവെച്ച് എന്താണ് ഇവിടെ പറയുന്നത് എന്ന് കേൾക്കുക. അത് പൂർണ്ണമായി അതിൽ വസ്തുതയുണ്ടെങ്കിൽ മാത്രം, അത് വസ്തുതയാണ്, സത്യമാണ് എന്ന് നിങ്ങൾക്ക് 100% ബോധ്യപ്പെടുന്നുവെങ്കിൽ മാത്രം നിങ്ങളത് പിൻപറ്റുക. അതല്ല, അതിലെന്തെങ്കിലും തകരാറുകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ആ തകരാറുകൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. തെറ്റ് പറ്റുന്നത് പ്രസംഗിക്കുന്ന ഞങ്ങളുടെ ഭാഗത്താണ് എങ്കിൽ അത് തിരുത്താൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. കാരണം നമ്മൾ മരിച്ചു പോകേണ്ടവരാണ്. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെക്കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളെ സംബന്ധിച്ചും എന്തെങ്കിലും ഒരു കളവ് പറഞ്ഞാൽ, ഒരു വ്യാജം പറഞ്ഞാൽ പിന്നെ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? എന്തിനാണ് നമ്മൾ സമ്മേളനങ്ങൾ നടത്തുന്നത്? നമ്മുടെ മുത്തുനബിയെ സംബന്ധിച്ച് യാതൊരു അരുതായ്മകളും ആരും സംസാരിക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുന്നുവെങ്കിൽ നിങ്ങൾക്കത് ചൂണ്ടിക്കാണിക്കാം. ഞങ്ങളത് എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കും. തിരുത്തേണ്ടത് തിരുത്തും. കാരണം നമുക്ക് സ്വർഗം കിട്ടണം, തെറ്റുകൾ തിരുത്തണം. ഈ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഈ ഒരു ഫാമിലി കോൺഫറൻസിന്റെ പിന്നിലുള്ളൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഇവിടെ 3 വിഷയങ്ങളാണ് ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഒന്നാമത്തേത്, കുടുംബരംഗം ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ എന്താണ് എന്നും ആ വെല്ലുവിളികൾ കേട്ടുകൊണ്ട് പകച്ചു നിൽക്കുകയല്ല,
ഒരു സമാധാനമുള്ള കുടുംബജീവിതം സാധ്യമാകുന്നുവെന്നതുമാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, കുടുംബജീവിതം സമാധാനമുള്ളതാകാൻ കുടുംബത്തിൽ ചില കാഴ്ചപ്പാടുകൾ നമുക്ക് അനിവാര്യമാണ്. ആ കാഴ്ചപ്പാടുകൾ എനിക്ക് ശേഷം ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം ഇവിടെ സംസാരിക്കും. മൂന്നാമത്തെ വിഷയം, ഇതിന്റെ പ്രമേയം നിങ്ങൾ കണ്ടതുപോലെ വിശ്വാസ വിശുദ്ധി, സംതൃപ്ത കുടുംബം എന്ന അതിന്റെ സമഗ്രമായ തലങ്ങൾ സ്പർശിച്ചുകൊണ്ടുള്ള ബഹുമാന്യനായ ഹുസൈൻ സലഫിയുടെ പ്രഭാഷണം. അതിന്റെ ഒന്നാമത്തെ പ്രഭാഷണത്തിലേക്കാണ് ഞാൻ കടക്കുന്നത്. വളരെ ചുരുക്കി ഈ വിഷയത്തിൽ സംസാരിച്ചുകൊണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കും. നിങ്ങൾ എൻ്റെ കൂടെ ശ്രദ്ധിച്ച് ആ വിഷയത്തോടൊപ്പം ഉണ്ടാകണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. എന്തിനാണ് ഫാമിലി കോൺഫറൻസ്? കുടുംബം എന്ന സാമൂഹ്യ സ്ഥാപനത്തെ സംരക്ഷിക്കാൻ തന്നെയാണ്. ഒരു സമൂഹം നശിക്കാൻ കുടുംബത്തെ ശിഥിലമാക്കിയാൽ മതി. കുടുംബം ശിഥിലമാകാൻ വിവാഹത്തെ ഇല്ലാതാക്കിയാൽ മതി. വിവാഹം ഇല്ലാതാക്കാൻ സ്ത്രീ പുരുഷ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തിയാൽ മതി. ഇന്ന് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭൂമികയിൽ നിന്നുകൊണ്ടാണ്, ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നാം ഈ സമ്മേളനവുമായി മുന്നോട്ട് പോകുന്നത്. ഇമ്പമുള്ള ഇടമല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുടുംബങ്ങൾ. 10 മുറികളുള്ള വീട്ടിലും മാതാപിതാക്കളെ തനിച്ചാക്കി ഏകമകൻ വാടകയ്ക്ക് താമസിക്കുന്ന സാഹചര്യങ്ങൾ ഇന്ന് ഒറ്റപ്പെട്ടതല്ല. ആരുടെയും ഇടപെടലില്ലാത്ത സ്വകാര്യ സ്വർഗമാണ് അത്തരം ആളുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും അവർക്കിടയിൽ പലപ്പോഴും നരകമാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മുടെയൊക്കെ അനുഭവങ്ങൾ. എന്റെ ജീവിതം എനിക്ക് ആസ്വദിക്കാനുള്ളതാണ് എന്നാണ് പുതുതലമുറ വിചാരിക്കുന്നത്. ത്യാഗത്തിൽ അധിഷ്ഠിതമായിരുന്ന കുടുംബ ബന്ധങ്ങൾ പണാധിപത്യത്തിന്റെ പളപ്പിൽ മയങ്ങി വീണുകൊണ്ടിരിക്കുകയാണ്. ആർഭാടങ്ങളുടെ കൂട്ടിക്കിഴക്കലിൽ കുടുംബങ്ങളെ കമ്പോള രാജാക്കന്മാർ ഇന്ന് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിരുകളില്ലാത്ത ആകാശം പോലെ ആർഭാടമോഹങ്ങൾ തിരമാലകളെ പോലെ അടിച്ചു വീശിക്കൊണ്ടിരിക്കുകയാണ്. കടക്കുഴിയിൽ സ്വയം ഇറങ്ങി അതിൽ നിന്ന് കയറി വരാൻ പറ്റാതായ ഒരു സമൂഹമായി നമ്മുടെ കുടുംബങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിലെ മാനാഭിമാനങ്ങൾ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗമനുസരിച്ചാണെന്ന് ശക്തമായി വിശ്വസിപ്പിക്കാൻ പോന്ന വിദേശ കമ്പോള ആധിപത്യം നമ്മുടെ മലയാളക്കരയിലും ഇന്ന് തീവ്രമായി തന്നെ കടന്നു വന്നിട്ടുണ്ട്. കുടുംബങ്ങളിൽ അസംതൃപ്തിയുടെ വിത്ത് വിതക്കാൻ കമ്പോളവൽക്കരണത്തിന് ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട്. ഭൗതികത ആത്മീയതയെ പുകച്ച് പുറത്തു ചാടിക്കുന്ന രംഗങ്ങൾക്കാണ് നാം ഓരോ ദിനങ്ങളിലും സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. കുടുംബം വെറും കല്ലും മണ്ണും സിമന്റും കമ്പികളും കൊണ്ട് രൂപം നൽകിയ വെറും ഒരു കൂടാരമായി ഇന്ന് മാറിക്കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആത്മാവ് നഷ്ടപ്പെട്ട കല്ലകറകളായി കുടുംബത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക അജണ്ടകളും നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നുണ്ട്. വിവാഹരംഗത്ത് കടന്നു വന്ന പുതിയ വീക്ഷണങ്ങൾ പുതിയ ജനറേഷനെ ഒരു പരിധിക്കപ്പുറം സ്വാധീനിച്ചു കഴിഞ്ഞപ്പോഴാണ് കേരളത്തിൽ മുഴുവൻ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇങ്ങനെയുള്ള ഫാമിലി കോൺഫറൻസുകളുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇന്ന് വിവാഹം വേണ്ട എന്ന ഒരു നിലപാടിലേക്ക് പെൺകുട്ടികൾ പോലും കടന്നു വരുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് യാദൃശ്ചികമായി വരുന്നതല്ല. അനവധി തെളിവുകൾ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് സമർപ്പിക്കാൻ കഴിയും. സമയത്തിന്റെ ദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ അതിന് നിൽക്കുന്നില്ല. 1-2 ക്ലിപ്പുകൾ നമ്മുടെ നാട്ടിൽ ഇന്ന് വിവാഹത്തെയും കുടുംബ സംവിധാനത്തെയും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ചില ആളുകളുടെ സംഭാഷണത്തിന്റെ ചില ശകലങ്ങൾ ഞാനത് അറിയാത്ത ചില സഹോദരിമാരൊക്കെ ഇത് കാണാത്തവരുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അതൊന്ന് നിങ്ങൾ കണ്ടു നോക്കൂ. ഈ വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു മോശമായ ഏർപ്പാടാണ് എന്നാണ് ഈ അടുത്ത് വിവാദമായ ഒരു സിനിമയുടെ സംവിധായകൻ
അദ്ദേഹം ഇന്ന് ഇന്റർവ്യൂവിന് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം എടുത്തു പറയുന്നത് വിവാഹം എന്ന് പറഞ്ഞ ഒരു മോശമാണ് എന്നാണ്. കേട്ടു നോക്കൂ നിങ്ങൾ. വിവാഹം എന്ന് പറയുന്നത് ഒരു, എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എനിക്കൊരു ദുഷിച്ച വ്യവസ്ഥയായിട്ടാണ് തോന്നുന്നത്. കുടുംബം എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു മോശം സ്ഥലമായിട്ടാണ് തോന്നുന്നത്. അവിടെ ആർക്കും സ്വാതന്ത്ര്യമില്ല. കുടുംബം എന്ന് പറയുന്നത് ഒരു ദുഷിച്ച വ്യവസ്ഥിതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വീട്ടിലിരുന്ന് പറയല്ല, അതിന് ആ ആശയം ജനങ്ങളിലേക്ക് കുത്തിവെക്കാൻ പാകത്തിൽ സിനിമകൾ തയ്യാറാക്കുന്നു. അതാണ് ഇന്ന് പുതിയ ജനറേഷൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട്, എന്താ ഈ വിവാഹത്തെയും കുടുംബത്തെയും അദ്ദേഹത്തിന് ദേഷ്യം വരാനുള്ള കാരണം എന്നറിയോ? പരസ്ത്രീ ബന്ധത്തിന് ഒരു തടസ്സമാണ് വിവാഹം. അതായത് ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഭാര്യയുമായിട്ടേ എനിക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ. മറ്റൊരു ബന്ധത്തിലേക്ക് പോകാൻ ഭാര്യ തടസ്സാണ്, ഭാര്യ ഇത് സമ്മതിക്കൂല. അതുകൊണ്ടാണ് വിവാഹം വേണ്ട, കുടുംബം വേണ്ട എന്ന് പറയുന്നത്. കേട്ടു നോക്കൂ നിങ്ങൾ. ഇപ്പം എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്ന് പറയുന്ന ഒരു സംഗതി, ഞാൻ ഒരാളെ കൊന്നു എന്ന് വന്ന് എൻ്റെ പാർട്ട്ണറുടെ അടുത്ത് പറയുമ്പോൾ എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാർട്ട്ണർ പറയായിരിക്കും, സാരമില്ല, നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ആലോചിക്കാം. ഇതേ പാർട്ട്ണറുടെ അടുത്ത് ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതേ പാർട്ണർ, അതായത് ഒരാള് ഞാൻ കൊന്നു എന്ന് പറഞ്ഞ് കത്തിയും കൊണ്ട് വീട്ടിൽ വന്നാൽ, ചോരയും കൊണ്ട് വന്നാൽ ഭാര്യ പറയുന്നത് സാരമില്ല, അത് നമുക്ക് വക്കീലിനെയൊക്കെ കണ്ട് ശരിയാക്കാം, എൻ്റെ കൂടെ നിൽക്കും. എന്നാൽ ഞാൻ വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെടട്ടെ എന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും ബന്ധപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ സമ്മതിക്കൂല. അതുകൊണ്ട് ഭാര്യയ്ക്ക് ഒരു തടസ്സമാണ്. അപ്പൊ എന്താ വിഷയം? യഥേഷ്ടം ഇവിടെ അഴിഞ്ഞാടാൻ കുടുംബം ഒരു തടസ്സമാണ്, അതുകൊണ്ട് ആ കുടുംബം വേണ്ട എന്നുള്ളത് തന്നെ. ഇത് ഇങ്ങനെയുള്ള സിനിമാ സംവിധായകന്മാർ മാത്രമല്ല, നമ്മുടെ ഗവൺമെന്റിനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന അഡ്വൈസറി ബോർഡിലുള്ള വ്യക്തികൾ വരെ, ഇപ്പോ സന്തോഷ് കുളങ്ങര എന്ന് പറയുന്ന കുട്ടികൾക്ക് പോലും പരിചയമുള്ള ലോകസഞ്ചാരം നടത്തി അത് ലേബർ ഇന്ത്യയിലൂടെയൊക്കെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഇതുപോലെ നിരന്തരമായി അദ്ദേഹത്തിന്റെ ചാനലിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, നോക്കൂ നിങ്ങൾ. എനിക്കൊരു ഭാര്യയെ കൂടെ കൊണ്ടുനടക്കാനോ പോറ്റാനോ ഉള്ള ഒരു ചുറ്റുപാടില്ല. ഞാനൊരു വിവാഹത്തിന് തയ്യാറല്ല. പക്ഷെ എനിക്ക് സെക്സ് ആവശ്യമായിട്ടും വരുന്നുവെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം പറയും? ശരിയാണ്, അതിന് ഒരു സാഹചര്യമില്ല. അതായത് എനിക്ക് കുടുംബവും കുട്ടികളെയൊന്നും പോറ്റാനൊന്നും ആവൂല, അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനൊന്നും എനിക്കാവൂല. എന്നാലും എനിക്ക് സെക്സ് ആവശ്യമുണ്ട്, ഞാൻ എന്താ ചെയ്യാൻ? അപ്പൊ അവർക്കുള്ള സൗകര്യം വേറെ വേണം. ഇതിനാണ് റെഡ് സ്ട്രീറ്റുകൾ എന്ന് പറയാം. ഇതൊക്കെ കേരളത്തിൽ വരണം എന്നാണ് ഇദ്ദേഹം പറഞ്ഞ വേറൊരു വാക്കുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ മലയാളികൾക്ക് ഇപ്പോഴും നാണമാണ്. എന്തിനാണ് നാണം? വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ അവിടെയൊക്കെ ബീച്ചിൽ പോയാൽ അവിടെ കുടുംബസമേതം അവരുടെ അച്ഛനും അമ്മയും മക്കളും ഒക്കെ ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ ആ കടലോരത്തിലൂടെ നടന്നു പോകും, ഒരു പ്രശ്നമില്ല. എന്നാൽ നമ്മളെ കേരളത്തിൽ ഇപ്പോഴും രക്ഷിതാക്കൾക്ക് സ്വന്തം കുട്ടികളുടെ മുമ്പിൽ നഗ്നമായി പ്രത്യക്ഷപ്പെടാൻ നാണമാണ്. ആ ഒക്കെ മാറണം. എവിടേക്കാ നമ്മളെ നാട് പോണത്? ഇതാരാ പറയുന്നത്? കുട്ടികൾക്കൊക്കെ മാർഗനിർദ്ദേശം കൊടുക്കുന്നു എന്ന് പറയുന്ന, ഗവൺമെന്റിന് അഡ്വൈസ് ചെയ്യുന്നു എന്ന് പറയുന്ന അഡ്വൈസറി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾ പച്ച മലയാളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള വീഡിയോസ് ഇടാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ഫാമിലി കോൺഫറൻസിന്റെ മുഴുവൻ സമയം വേണ്ടി. പക്ഷെ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. എന്തിനാ അത് പറയുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മളെ വീട്ടിലൊക്കെ പലതും ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പല വീടുകളിലും. ഇത് യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല എന്ന് നമ്മുടെ സഹോദരിമാരെ, ഉമ്മമാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. നമ്മുടെ കുടുംബത്തിന്റെ അലകും പിടിയും തട്ടും തറയും തരിപ്പണമാക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള ചില ഗൂഢാലോചനകൾ നടക്കുകയും അത് പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇനി കുടുംബവും കുട്ടികളൊന്നും വേണ്ട, കല്യാണമൊന്നും വേണ്ട എന്ന രീതിയിലേക്ക് നമ്മുടെ പെൺകുട്ടികൾ ചിന്തിക്കുന്നത്. ഇനി വേണമെങ്കിൽ തന്നെ പ്രായമായിട്ട് മതി. പിന്നെയോ ഇപ്പൊ രക്ഷിതാക്കൾക്കൊന്നും അതിന് സമയം ചെലവഴിക്കണ്ട, കല്യാണത്തിന് ഇണകളെയൊക്കെ കണ്ടെത്തുന്ന പരിപാടി കുട്ടികൾ തന്നെ ചെയ്യണം. കുട്ടികൾ തീരുമാനിച്ചു വരിക, അവര് പറയുന്നതിന് നിന്നു കൊടുക്കേണ്ട ഗതികേടുണ്ടാവുക. ഇണ പെണ്ണായിക്കൊള്ളണം എന്ന് തന്നെ ഇല്ല. പുതിയ മേഖല അങ്ങോട്ടാണ് പോകുന്നത്. അതായത് പെണ്ണിനെ കല്യാണം കഴിക്കാം, ആണിനെ കല്യാണം കഴിക്കാം. നേരത്തെ ഇവിടെ സംസാരത്തിൽ വന്നല്ലോ.
കോടതിയിൽ വിലപേശുന്ന വിഷയം വന്നല്ലോ. നമ്മുടെ കേരളത്തിൽ ഉണ്ടായതാണ്. 2 പെൺകുട്ടികൾ, മുസ്ലിം പെൺകുട്ടികൾ തന്നെ കല്യാണം കഴിച്ച് ജീവിക്കുന്നു. ഹൈക്കോടതിയിൽ പോയി അതിനനുകൂലമായി നിയമം വാങ്ങിക്കൊണ്ട്, സുരക്ഷ വാങ്ങിക്കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. അതേപോലെയുള്ള സംഭവങ്ങൾ വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. അധ്യാപകന്മാരും സൈക്കോളജിസ്റ്റുകളും പറയുന്നത് ഇന്ന് കോളേജുകളിൽ പഠിക്കുന്ന പല പെൺകുട്ടികളും ഈ ആശയം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ്. എനിക്ക് ആണുമായി ജീവിക്കാൻ കഴിയില്ല, എനിക്ക് പെണ്ണിനോടാണ് താല്പര്യം. ചില ആണുങ്ങൾ പറയുന്നു എനിക്ക് ആണിനോടാണ് താല്പര്യം. കാരണം എന്താ? ഇതൊക്കെ ഈ തീം വെച്ചുകൊണ്ട് അറിയപ്പെടുന്ന ഇവർ ആദരിക്കുന്ന സിനിമാ നടന്മാരെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് മലയാളത്തിൽ സിനിമകളടക്കം വന്നു കഴിഞ്ഞു. അത് കണ്ടു കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് ചിന്തിക്കുന്ന സാഹചര്യമാണ്. സ്വവർഗരതിയെ നോർമലൈസ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. ആൺ പെൺ വ്യത്യാസങ്ങൾ വേണ്ട, ആണിനും പെണ്ണിനും ഇനി ഒരേ വേഷം മതി എന്ന് പറയുന്ന സാഹചര്യം. ജെൻഡർ ന്യൂട്രലായ ഒരു സംസ്കാരം വേണം, ആൺ പെൺ എന്ന വേർതിരിവിന് ഉണ്ടാകേണ്ടതില്ല എന്ന കാഴ്ചപ്പാട് ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആൺകുട്ടികള് മുടി വളർത്തിക്കൊണ്ടിരിക്കുന്നു, പെൺകുട്ടികളാകട്ടെ മുടി വെട്ടിക്കൊണ്ടിരിക്കുന്നു. പിന്നിൽ നിന്ന് നോക്കിയാൽ അത് ആണാണോ പെണ്ണാണോ എന്നറിയില്ല. കാരണം രണ്ടുപേരും ജീൻസാണ് ഇട്ടിരിക്കുന്നത്, രണ്ടുപേരും ബനിയനാണ് ഇട്ടിരിക്കുന്നത്, രണ്ടുപേരും തോളിൽ പിടിച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോളേജും ഹയർ സെക്കൻഡറി സ്ഥാപനങ്ങളൊക്കെ വിട്ടുപോകുന്ന രംഗം പഴയതുപോലെ അല്ലല്ലോ ഇപ്പൊ നമ്മൾ റോഡ് സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, ബസ് സ്റ്റാൻഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, ബസ്സുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പരിസരബോധം പോലുമില്ല. മാന്യന്മാരായ ആളുകൾക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ കഴിയാത്ത വിധം കോളേജ് വിട്ട് കുട്ടികൾ കയറിക്കഴിഞ്ഞാൽ അവർ ആൺ പെൺ വ്യത്യാസമില്ലാതെ അവർ ഏതോ ഒരു ലോകത്ത് അഭിരമിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ എത്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ നിലക്കുള്ള മിംഗ്ലിങ്ങുകൾ, അഴിഞ്ഞാട്ടങ്ങൾ ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ് എന്ന വാക്കിൽ എല്ലാം ഹലാലാകുന്ന ഒരവസ്ഥ. ഒരു അന്യ പുരുഷനുമായി കോളേജിലെ ഒരു അന്യ ആൺകുട്ടിയുമായി പെൺകുട്ടി വീട്ടിലേക്ക് കടന്നു വന്നാൽ അത് ആരാന്ന് ചോദിച്ചാൽ അതെന്റെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞാൽ രക്ഷിതാക്കൾ അതോടുകൂടി സമാധാനമായി. അത് ഫ്രണ്ട്സ് അല്ലേ? ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുമാകാമെന്നാണ്. ഈ ഒരു സമീപനത്തിലേക്ക് ഇന്ന് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പെൺകുട്ടികൾ ആൺകുട്ടികളെ വലവീശി പിടിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നു വന്നിരിക്കുന്നു. അധ്യാപകരായ ഞങ്ങൾക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആ പെൺകുട്ടികൾ ആൺകുട്ടികളെ കുറിച്ച് കംപ്ലൈന്റ് പറയുകയായിരുന്നു. ആ ചെറുക്കൻ എന്നെ നോക്കി, എനിക്ക് കത്ത് തരുന്നു, എന്റെ പിന്നിൽ കൂടുന്നു എന്ന് പറഞ്ഞ് പെൺകുട്ടികളാണ് പ്രശ്നം വന്ന് പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്നത് അങ്ങനെയല്ല. ആൺകുട്ടികൾ കരഞ്ഞുകൊണ്ട് സ്റ്റാഫ് റൂമിലേക്ക് വരികയാണ്. ഇന്ന ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി, അവൾ എനിക്ക് കത്ത് തന്നു, ഞാനത് നിരസിച്ചു, വീണ്ടും തന്നു, പിന്നെ എന്നെ ഫോൺ ചെയ്യുന്നു, എനിക്കൊരു സ്വൈരവും തരുന്നില്ല, ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളോടും എന്റെ പേര് ചേർത്തവൾ പറഞ്ഞു നടക്കുകയാണ്. ഇത് പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിലൊരു സഹോദരൻ സുഹൃത്തു വന്നു. അദ്ദേഹം പറഞ്ഞത് ഒരു കുഗ്രാമത്തിലെ സംഭവം. ഒരു മഗ്‌രിബ് സമയത്ത് വൈകുന്നേരം സമയത്ത് +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരു വീട്ടിലേക്ക് കയറി വന്നിരിക്കുകയാണ്. മറ്റൊരു വീട്ടിലെ കുട്ടി കോളിംഗ് ബെല്ലടിച്ച് കയറി വന്നിരിക്കുന്നു. എന്നിട്ട് അവിടെയുള്ള ഉപ്പയോട് മുഖത്തു നോക്കി പറയാണ്, നിങ്ങളുടെ മകൻ ഞാനും പ്രണയത്തിലാണ്, ഞങ്ങളെ കല്യാണം നടത്തി തരണം. ആൺകുട്ടി അവിടെ പോയി അല്ല പറയണത്, പെൺകുട്ടി ആണിന്റെ വീട്ടിൽ വന്ന് പറയാം. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇതാണ് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ അറിയാതെ അടിയൊഴുക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ 5 മണിയായാൽ കുട്ടികൾ വീട്ടിലേക്ക് എത്തിയാൽ നമുക്ക് സമാധാനമായിരുന്നു. ഇന്ന് 5 മണിയായാൽ വീട്ടിലെത്തിയാലും സമാധാനമില്ല. കാരണം ഓൺലൈനിലാണ് എല്ലാവരും ഉള്ളത്. അവർ മറ്റുള്ളവരുമായിട്ടാണ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് നമ്മുടെ മക്കൾ കാണുന്നത് എന്ന് പാവം രക്ഷിതാക്കൾക്ക് പോലും അറിയുന്നില്ല. ഒരു വേള പെട്ടെന്ന് വീട്ടിൽ നിന്ന് മകളെ കാണാനില്ല, മകളുടെ ബാഗ് കാണാനില്ല. അപ്പോഴാണ് പിന്നെ പറയുന്നത് ഞാൻ കോഴിക്കോടെത്തി, ഞാൻ മദ്രാസിലെത്തി, ഞാൻ ചെന്നൈയിലെത്തി എന്നൊക്കെ പറയുന്നത്. അവിടുന്ന് ഫോൺ ചെയ്യുകയാണ്, എന്നെ ഇനി ആരും അന്വേഷിക്കണ്ട. എങ്ങനെയാണ് നമ്മുടെ മക്കൾക്ക് ചെന്നൈയിലേക്ക് ബാംഗ്ലൂരിലേക്ക് വഴിയറിഞ്ഞത്? ആരാണ് കൊണ്ടുപോയത്? അതൊക്കെ അവർ നേരത്തെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞതാണ്. ഈ രീതിയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒളിച്ചോട്ടങ്ങൾ വർദ്ധിക്കുന്നു, പ്രണയ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു, ലിവിങ് ടുഗദർ മതി, വിവാഹം വേണ്ട എന്ന കാഴ്ചപ്പാട് വർദ്ധിക്കുന്നു. ഇന്ന് പല കുട്ടികളും
കൊറിയയിലേക്ക് വരെ യാത്ര പോകുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നു. BTS എന്ന് പറയുന്ന ഒരു മ്യൂസിക് ബാൻഡിന് അടിമയായി ആ കൊറിയയിലേക്ക് പോകാൻ നമ്മുടെ നാട്ടിൽ നിന്ന് പോലും കുട്ടികൾ ഉണ്ടാകുന്നു. ഈ കഴിഞ്ഞ ആഴ്ച തമിഴ്നാട്ടിൽ നിന്ന് 2 കുട്ടികൾ അങ്ങോട്ട് പുറപ്പെട്ട് പോലീസ് അവരെ പിടിച്ചു വെച്ച വാർത്തകൾ നമ്മൾ കണ്ടു. ഇങ്ങനെ കുട്ടികൾ പലതിന്റെയും ഫാൻസുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ 10 വർഷം മുമ്പ് എന്തുണ്ടായോ അത് ഇന്ന് നമ്മുടെ പെൺകുട്ടികൾക്കിടയിൽ ഉണ്ടായില്ലേ? ഈ BTS സംസ്കാരവും കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. മലേഷ്യ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ പോലെയുള്ള നമ്മുടെ ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന ഈ രാജ്യങ്ങളിലേക്കാണ് ഈ കൊറിയൻ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഈ സംസ്കാരം, ഈ കൾച്ചർ എന്ന് പറയുന്ന സംസ്കാരം കടന്നു വരുന്നത്. അവിടെയുള്ള മുസ്ലിം പെൺകുട്ടികളെ ബാധിക്കുന്നു. 10 വർഷം മുമ്പ് ഈ രാജ്യങ്ങളിലുള്ള മുസ്ലിം പെൺകുട്ടികളുടെ വേഷം എന്തായിരുന്നു അറിയോ? ജീൻസും ടോപ്പും, ഇറക്കമില്ലാത്ത ടോപ്പും, ഒരു ഹിജാബ് എന്ന പേരിൽ തലയിൽ ചുറ്റുന്ന ഒരു സാധനം, ഇവിടെ മുടി ഇങ്ങനെ കെട്ടിവെച്ച്, ഇതാണ് ഈ മുസ്ലിമിന്റെ ഹിജാബ് എന്നൊരു രീതിയിലാണ് അവർ നടന്നിരുന്നത് 10 വർഷം മുമ്പ്. ഇന്ന് നമ്മുടെ വയനാട് കൽപ്പറ്റയിൽ അങ്ങാടിയിലേക്ക് നോക്കൂ നിങ്ങൾ, കോഴിക്കോട് നോക്കൂ നിങ്ങൾ, നമ്മുടെ കോളേജുകൾ വിട്ടുവരുമ്പോൾ നോക്കൂ നിങ്ങൾ. പെൺകുട്ടികളുടെ വേഷം ആ കിഴക്കനേഷ്യൻ മുസ്ലിം രാജ്യങ്ങളിലേക്ക് കടന്നു വന്ന അതേ വേഷം ഇന്ന് നമ്മുടെ മലപ്പുറം ജില്ലയിലേക്കും വയനാട് ജില്ലയിലേക്കും വന്നിരിക്കുന്നു. ഇതുപോലെ അത് തടഞ്ഞു നിർത്താൻ രക്ഷിതാക്കൾക്കാകുന്നുണ്ടോ? അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്താ? ആൺവേഷം കെട്ടുന്ന പെണ്ണും പെൺവേഷം കെട്ടുന്ന ആണും ശപിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ്. ആ ശാപം കിട്ടിയാലും വേണ്ടിയില്ല, ഫാഷൻ നടക്കട്ടെ എന്നിടത്തേക്ക് മുസ്ലിം പെൺകുട്ടികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അടിയൊഴുക്കുകളാണ്. അതുപോലെ തന്നെ വിദേശത്തേക്കുള്ള ഒഴുക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. തിരിച്ചു വരുന്നില്ല. തിരിച്ചു വരാനല്ല ഇപ്പൊ പോകുന്നത്, അവിടെ താമസിക്കാനാണ്. എല്ലാവരും UK പോകുന്ന ഒരു ട്രെൻഡ് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പഠനത്തിന് വേണ്ടി പോകുന്നതിനെ ഞാൻ വിമർശിക്കുന്നില്ല, പക്ഷെ അവിടെ പോകുന്നത് മറ്റു പല കാര്യങ്ങൾക്കുമാണ്. അതുപോലെ തന്നെ ആഘോഷത്വര വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല, ഇന്ന് മൊബൈല് എല്ലാവരെയും ഓരോ തുരുത്തുകളിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നു. ലഹരി വ്യാപകമായി കൊണ്ടിരിക്കുന്നു. സിന്തറ്റിക് ലഹരി കാട്ടുതീ പോലെ ഇന്ന് നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കോളേജിന്റെയും ഹൈസ്കൂളിന്റെയും ഒക്കെ ചുറ്റുവട്ടങ്ങളിൽ ഈ സിന്തറ്റിക് ലഹരിയിലെ റാക്കറ്റുകൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പലരും അതിന് അടിമയായി കൊണ്ടിരിക്കുകയാണ്. ഈ പോക്ക് പോയാൽ എന്ത് സംഭവിക്കും? അധികമൊന്നും വേണ്ട, നിങ്ങൾ കണ്ടു നോക്കൂ. യൂറോപ്പിന്റെ ഒരു തെരുവാണ് നിങ്ങൾക്ക് ഈ ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത്. കുഴഞ്ഞു കിടക്കുന്നു. ഒരു സ്ഥലമുണ്ട്. എന്തിനാണ് ആ സ്ഥലം? വൈകുന്നേരം 5 മണി മുതൽ നേരം വെളുക്കുന്നത് വരെ 6 മണി വരെ അവിടെ ഫുള്ള് നൈറ്റ് ലൈഫാണ്. രാത്രി ആർക്കും വരാം, എന്തും ചെയ്യാം. അവിടെ 2 പ്രാവശ്യം അടിയുണ്ടായി, കൂട്ടത്തല്ലുണ്ടായി. എന്തേ കാരണം? സിന്തറ്റിക് ലഹരിയുടെ വ്യാപനമാണ്. മന്ത്രിമാർ ഇടപെട്ടു, പ്രതിപക്ഷം ഇടപെട്ടു, സർക്കാർ ഇടപെട്ടു. അവസാനം ഉത്തരവാദപ്പെട്ട ആളുകളിൽ നിന്ന് വന്ന വർത്തമാനം എന്താണെന്നോ? അതിനെ തടയാൻ പറ്റില്ല എന്നാണ്. തടയാൻ പറ്റില്ല എന്ന് മാത്രമല്ല, കൊച്ചി പോലെയുള്ള മെട്രോപൊളിറ്റൻ സിറ്റികളിലേക്ക് കൂടി ഇങ്ങനെയുള്ള തെരുവുകൾ കൊണ്ടുവരണം. അങ്ങനെ ക്രമേണ കേരളത്തിന്റെ എല്ലാ തെരുവുകളും നൈറ്റ് ലൈഫിന് പറ്റുന്ന, രാത്രി ലൈഫിന് പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ സാമൂഹ്യ ഘടനയെ മാറ്റിയെടുക്കണമെന്നാണ്. ഈ തിയറിയും അവതരിപ്പിച്ചത് സന്തോഷ് കുളങ്ങര എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിന്റെ തിയറി ഒന്നല്ല, അദ്ദേഹമാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് ടൂറിസത്തിന്റെ ഭാഗമായി. എങ്കിലേ കേരളത്തിൽ ടൂറിസം വളരുകയുള്ളൂ എന്നാണ് പറയുന്നത്. അദ്ദേഹം വലിയ ശാപമായി പറയുന്നത് എന്താ അറിയോ? മലയാളികളൊക്കെ രാത്രി 9 മണി 10 മണിയായി കഴിഞ്ഞാൽ എല്ലാവരും കിടന്നുറങ്ങും, കൂർക്കം വലിച്ച് കിടന്നുറങ്ങും. അത് മലയാളികളൊരു ശാപാണ്. കിടന്നുറങ്ങാൻ പാടില്ല, രാത്രി സജീവാകണം. നട്ടുച്ച സമയത്ത് മറ്റു വിദേശ രാജ്യങ്ങളിൽ ചൂട് കൊണ്ട് പൊറുതിമുട്ടി പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത കാലാവസ്ഥയുള്ള നാടുകളാണ് അവിടേക്ക്. സ്വാഭാവികമായും അവരുടെ ലൈഫ് ഒരു പക്ഷേ രാത്രി കുറച്ച് നീളും. അത് വിചാരിച്ച് നമ്മളെ നാട്ടിലേക്ക് അത് കൊണ്ടുവന്ന എന്തായിരിക്കും അവസ്ഥ? ഈ ടറഫ് സംസ്കാരം വന്നു. ഞാൻ അതിനെ വിമർശിക്കല്ല.
നമുക്ക് ഒന്നിച്ച് ഇടപഴകുവാൻ അങ്ങനെയുള്ള സ്ഥലങ്ങൾ വേണം, കളിക്കാൻ സ്ഥലം വേണം, വ്യായാമത്തിന് സ്ഥലം വേണം, അത് ഉണ്ടാകട്ടെ. പക്ഷേ രാത്രി 11 മണിക്കും 12 മണിക്കും 1 മണിക്കും ഒരേ പ്രായത്തിലുള്ള കുട്ടികൾ അവിടെ കറങ്ങുന്ന സ്വഭാവം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടങ്ങളിലാണ് സിന്തറ്റിക് ലഹരി ആദ്യമായി പ്രയോഗിച്ചു തുടങ്ങുന്നത്. അവിടെയാണ് വ്യഭിചാരത്തിന്റെ തുടക്കമുണ്ടാകുന്നത്. അവിടെയാണ് എല്ലാ തിന്മകളും തുടങ്ങി വെക്കുന്നത്. ഈ സംസാരം കേട്ട് നാട്ടിലുള്ള ടെറഫുകളൊക്കെ അടച്ചുപൂട്ടണം എന്നല്ല ഞാൻ പറയുന്നത്. രക്ഷിതാക്കൾക്ക് കാഴ്ചപ്പാടുണ്ടാകണമെന്നതാണ്. കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കണ്ട യൂറോപ്യൻ തെരുവുകളെക്കാൾ കഷ്ടമായിരിക്കും നമ്മുടെ കേരളത്തിന്റെ തെരുവോരങ്ങൾ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. വിദ്യാലയങ്ങളിൽ കോസ്മെറ്റിക്സിന്റെ ഉപയോഗം ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. വിവാഹങ്ങളിൽ കോസ്മെറ്റിക്സിന്റെ ഉപയോഗം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് മുഖത്ത് പുട്ടിയിടാൻ വേണ്ടി ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. വിവാഹം ഇന്ന് ഗാനമേള പോലെയായി മാറിയിരിക്കുന്നു, DJ ഡാൻസ് പോലെയായി മാറിയിരിക്കുന്നു. ഇത് വിവാഹ പന്തലാണോ DJ ഡാൻസ് നടക്കുന്ന സ്ഥലമാണോ എന്ന് വേർതിരിച്ചറിയാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോവുകയാണെങ്കിൽ കുടുംബം നിന്ന് നേരിടുന്ന വെല്ലുവിളികൾ അനവധിയാണ്. സഹോദരങ്ങളെ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്താ ഇത് സംഭവിക്കണം, എന്താ ഇങ്ങനെയൊക്കെ കുട്ടികൾക്ക് സംഭവിക്കാൻ കാരണം? ഇത് യാദൃച്ഛികമല്ല, ഇതിന്റെ പിന്നിൽ ചില ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾ എന്താന്ന് ചോദിച്ചാൽ, ഒന്ന്, യോളോ എന്ന് പറയുന്ന ഒരു വാക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിങ്ങൾക്ക് ഇന്ന് കാണാൻ പറ്റും. എന്താണ് അതിന്റെ അർത്ഥം? യു ഓൺലി ലീവ് വൺസ് എന്നാണ്. ഹാഷ്ടാഗുകളായിട്ട് നമ്മളെ കുട്ടികൾ വരെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണത്. ഈ ജീവിതം ഒന്നേയുള്ളൂ എന്നാണ്. ജീവിതം ഒന്നേയുള്ളൂ, ഇനി രണ്ടാമതൊരു ജീവിതമല്ല, പരലോകമൊന്നുമില്ല. മറ്റൊന്ന് കാണും, നിഹിലിസം എന്ന വാക്കാണ്. അതിന്റെ അർത്ഥവും അത് തന്നെയാണ്. അതായത് ഈ പുതിയ ജനറേഷൻ ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ന്യായം, മൈ ബോഡി മൈ റൈറ്റ്, മൈ ചോയ്സ്, എന്റെ ശരീരം എന്റെ അവകാശമാണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ചെയ്യാം, കാരണം ജീവിതം ഒന്നേയുള്ളൂ, അത് അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ളതാണ്. അവിടെ ആരും, രക്ഷിതാക്കളും മതവും പള്ളി കമ്മിറ്റിയും സംഘടനകളും ഒന്നും അതിന് വേലി കെട്ടണ്ട. ഞങ്ങൾ സർവതന്ത്ര സ്വതന്ത്രരാണ്, പാറി നടക്കും പറവകളൊന്നും വേലി കഴിക്കാറില്ല എന്ന് പാടിപ്പതിഞ്ഞതുപോലെ സ്വതന്ത്രരായി ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് മദ്യപിക്കണ്ടെന്ന് പറയുമ്പോൾ എന്താ മദ്യപിച്ച കുഴപ്പം എന്ന് തിരിച്ചു ചോദിക്കണത് എന്താ അറിയോ? എന്റെ ശരീരം എന്റെ അവകാശമാണ്, എന്റെ ഹൃദയം പോയിക്കോട്ടെ, എന്റെ പാൻക്രിയാസ് നഷ്ടപ്പെട്ടു പോയിക്കോട്ടെ, എന്റെ ബുദ്ധി മരവിച്ചു പോയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ കുഴപ്പം? കുറച്ച് സമയമല്ലേ ഇവിടെ ജീവിക്കുള്ളൂ, അത് നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഞാൻ അതാ ഉദ്ദേശിക്കുന്നത്. ഇതാണെന്ന് പുതിയ ജനറേഷന് കൊടുക്കുന്ന ഒരു തിയറി എന്ന് പറയുന്നത്. അപ്പൊ ഒരു കാരണം ഈ പ്രചരണമാണ്. ഇതിനെയാണ് ലിബറലിസം എന്ന് വിളിക്കുക. മറ്റൊന്ന്, ജെൻഡർ എന്ന് പറയുന്നത് സാമൂഹ്യ നിർമ്മിതിയാണ് എന്ന കാഴ്ചപ്പാടാണ്. അതായത് ആണിന്റെ ശരീരവും ലൈംഗിക അവയവങ്ങൾ കൊണ്ട് ജനിച്ച ഒരു വ്യക്തിയാണെങ്കിലും, പെണ്ണിന്റെ ശാരീരിക ഘടനയും ഹോർമോണുകൾ കൊണ്ട് ജനിച്ച ഒരു വ്യക്തിയാണെങ്കിലും, ഇനി അവരാണ് പെണ്ണ് എന്ന് വിളിക്കാൻ പാടില്ല. അവരെന്തേ വിളിക്കാൻ പാടുള്ളൂ? അവർ കുറെ കാലം കഴിഞ്ഞ് വളർന്ന് വലുതായി വന്ന ശേഷം അവർ തീരുമാനിക്കണം ആണാണോ പെണ്ണാണോ. അപ്പൊ ഒരാണ് പറയണത്, ഒരു 10 വയസ്സായിട്ട് ഞാൻ ഇനി മുതൽ പെണ്ണായി ജീവിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി അദ്ദേഹം പെണ്ണായി തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ, അന്ന് മുതൽ സമൂഹം അവരെ പെണ്ണായി പരിഗണിക്കണം എന്നാണ് പുതിയ തിയറി. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ചിരി വരും. ചിരി വരണ്ട. ഇതാണ് പാഠ്യപദ്ധതിയുടെ അടിത്തറയായി അതിന്റെ ചട്ടക്കൂടിൽ എഴുതി ചേർത്ത നയമാണിത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ജനകീയ ചർച്ച? പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ എല്ലാ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും ജനകീയ ചർച്ച നടന്നു. നമ്മൾ PTA മീറ്റിങ്ങുകളിലേക്ക് പോയി. അന്ന് എല്ലാവരും പറഞ്ഞതാണ്, ഈ ജെൻഡർ ന്യൂട്രൽ സംസ്കാരം, ഈ ജെൻഡർ സാമൂഹ്യ നിർമ്മിതിയാണ് എന്ന കാഴ്ചപ്പാട് അതിൽ നിന്ന് മാറ്റണം. ലിംഗ സമത്വമല്ല നമുക്ക് വേണ്ടത്, ലിംഗനീതിയാണ് എന്ന് പറഞ്ഞു. പക്ഷെ അത് മാറ്റിയിട്ടില്ല. ഇപ്പോഴും മാറ്റാതെയാണ് പാഠപുസ്തക രചനയിലേക്ക് കടന്നിട്ടുള്ളത്. ആർക്കാണ് വേവലാതിയുള്ളത്? ബഹുമാന്യനായ MLA ഷംസുദ്ദീൻ സാഹിബ് നിയമസഭയിൽ ഈ ചോദ്യം ചോദിച്ചു. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ മറുപടി, ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്ന് തന്നെയാണ് ഗവൺമെന്റിന്റെ നയം എന്നാണ് എഴുതി വായിച്ച മറുപടിയിൽ പറഞ്ഞത്. ആ മറുപടി തിരുത്തണമെന്ന് പ്രതിപക്ഷത്തിന് ഇപ്പോഴും തോന്നിയിട്ടില്ല. പിന്നെ ആർക്കാണ് തോന്നുക? രണ്ടു കൂട്ടരും ഈ വിഷയത്തിൽ ഒരുമിച്ച് നിന്നാൽ ഈ നാട് കുട്ടിച്ചോറാകാൻ പിന്നെ എവിടേക്കെങ്കിലും പോകണോ? അതുകൊണ്ട് തന്നെയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ
ജനങ്ങളുടെ ഇടയിലേക്ക് ഈ വിഷയവുമായി കടന്നു വന്നിരിക്കുന്നത്. ഈ വയനാട്ടിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളും ശ്രദ്ധിക്കുക. തെരഞ്ഞെടുപ്പുകളാണ് വരുന്നത്. ജനപ്രതിനിധികൾ വോട്ടിന് വേണ്ടി വീടുകളിലേക്ക് കയറി വരുമ്പോ നട്ടലോടുകൂടി ചോദിക്കാൻ കഴിയണം, നമ്മുടെ സാമൂഹ്യ ഘടനയെ തകിടം മറിക്കുന്ന ഈ ജെൻഡർ ന്യൂട്രൽ സംസ്കാരത്തെ, ജെൻഡർ സാമൂഹ്യ നിർമ്മിതിയാണ് എന്ന് പറയുന്ന പാശ്ചാത്യർ പോലും ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സംസ്കാരത്തെ നിങ്ങൾ പിന്തുണക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. അതിന് മറുപടി പറയാൻ ആവശ്യപ്പെടണം. ഇതിനെ പിന്തുണക്കുന്നുണ്ട് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് തൽക്കാലം വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. എന്തിനു വേണ്ടിയാ? ഇത് കക്ഷി രാഷ്ട്രീയത്തിന്റെ വിഷയമല്ല. ഒരു സമൂഹം തകരുമ്പോൾ അതിനെ രക്ഷപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അതിനനുകൂലമായ നിയമനിർമ്മാണങ്ങൾ നടത്താൻ നിയമസഭയെയും ലോകസഭയെയും നമ്മൾ ജയിപ്പിച്ചു വിട്ട ജനപ്രതിനിധികൾ ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്ന ഒരു കണിശത കൊണ്ട് മാത്രമാണ്. എങ്കിലേ ഈ സാമൂഹ്യ ഘടന ഇവിടെ നിലനിർത്താൻ കഴിയുകയുള്ളൂ. LGBTQ എന്ന് പറയുന്ന ഒരു സ്പെക്ട്രം തന്നെ ഇതിനു വേണ്ടി ഒരു ആക്ടിവിസം തന്നെ ഇന്ന് സജീവമായി രംഗത്തുണ്ട്. അവരുടെ അടയാളം എന്ന് പറയുന്നത് മഴവിൽ മാതൃകയാണ്. എന്റെ ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ വീട്ടിൽ മഴവിൽ മാതൃകയിലുള്ള സ്റ്റിക്കറുകൾ, അതുപോലെയുള്ള പെയിന്റിങ്ങുകൾ അത് നിങ്ങളെ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, ഈ LGBTQ ആക്ടിവിസത്തിന്റെ കുട്ടികളായി, അതിനെ പിന്തുണക്കുന്ന ആളുകളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ പറയാൻ തന്നെയാണ് ഈ ഫാമിലി കോൺഫറൻസ് നമ്മൾ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. ഇവിടെ ഇത് കേരളത്തിൽ എത്രത്തോളം ഉണ്ട്? തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഒരു ബെഞ്ച് മുറിച്ച സംഭവം. കുട്ടികളെ കൊണ്ട് ശല്യമായപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും രാത്രി സമയത്ത് പോലും അവിടെ എല്ലാ അനാശാസ കാര്യങ്ങളും ചെയ്തപ്പോൾ തൊട്ടടുത്തുള്ള വീട്ടുകാരെന്ത് ചെയ്തു? ആ ബസ് സ്റ്റോപ്പിൽ ബെഞ്ച് 3 മുറിച്ചു വെച്ചു. അപ്പൊ ഈ കുട്ടികൾ പ്രതിഷേധിച്ചുകൊണ്ട് കടന്നു വന്നിട്ട് എന്ത് ചെയ്തു? ഒരാൺകുട്ടിയുടെ മടിയിൽ ഒരു പെൺകുട്ടി, അതിന്റെ മടിയിൽ വേറൊരു ആൺകുട്ടി, അങ്ങനെ കയറി കയറി ഇരുന്ന് അതിനോട് പ്രതിഷേധിച്ചു. MLA വന്നുകൊണ്ട് അവർക്ക് അനുകൂലമായി വാക്കുകൾ പറഞ്ഞു. അതിന് അവർക്ക് അവരെ പ്രോത്സാഹിപ്പിച്ചു. ഇതാണ് നമ്മൾ കണ്ടത്. ആണ് പ്രസവിച്ചു എന്ന് കോഴിക്കോട് ആഘോഷിച്ചത് നമ്മൾ കണ്ടു. ലെസ്ബിയൻ വിവാഹം നടന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല. എന്താ ട്വീറ്റിലുള്ളത്? ഹെറ്ററോനോർമേറ്റിവിറ്റി എന്ന് പറയുന്ന നിലവിലുള്ള സാമൂഹ്യ സംവിധാനം, അഥവാ പുരുഷൻ ആണിനെ വിവാഹം കഴിച്ച് ജീവിക്കുന്ന നിലവിലുള്ള കുടുംബഘടന ഒരു ഭാരമാണ്, അത് ഹോമോസെക്ഷാലിറ്റിയിലേക്ക് പരിവർത്തിപ്പിക്കണം എന്നാണ് അവർ ട്വീറ്റ് ചെയ്തത്. അത് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബശ്രീയുടെ കുറിപ്പുകളിലൂടെ ഇത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ NSSന്റെ ക്യാമ്പിലെ സമദർശൻ എന്ന് പറയുന്ന പ്രത്യേകമായ ഒരു മൊഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ആക്ടിവിസമാണ് നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കേരളത്തിൽ നടക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു സാമൂഹിക ഘടനയിലേക്ക്, മനോഭാവത്തിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ലിബറലിസത്തിലൂടെ മതനിരാസത്തിലേക്ക് മെല്ലെ മെല്ലെ കൊണ്ടുപോവുകയാണ്. മിശ്ര വിവാഹത്തിലൂടെ ഒരു മതരഹിത സമൂഹത്തിലേക്ക് നമ്മുടെ മക്കളെ മെല്ലെ മെല്ലെ കൊണ്ടുപോവുകയാണ്. നൈറ്റ് ലൈഫിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സ്വതന്ത്രവാദത്തിലേക്ക് കുട്ടികൾ എത്തുന്നതോടുകൂടി അതിനെതിര് പറയാരാ? പള്ളിക്കത്തെ മൗലവി, മദ്രസയിലെ ഉസ്താദ്, അതുപോലെ തന്നെ മതം, രക്ഷിതാക്കൾ, ഇവരൊക്കെയാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാം. അപ്പൊ ഈ കുട്ടികൾ എന്തു പറയും? അവരുടെ സ്വതന്ത്രമായ ഈ ജീവിത രീതിക്ക് എതിര് നിൽക്കുന്നവർ ആരൊക്കെയാണോ അവരോടൊക്കെ അവർ പിണങ്ങും. അപ്പോഴാണ് ഉമ്മയോട് ചീത്ത പറയുന്നത്. അപ്പോഴാണ് ഉപ്പയുടെ മുഖത്ത് നോക്കി എനിക്ക് 18 വയസ്സായി, എന്നെ നിയന്ത്രിക്കാൻ നിങ്ങൾ നിൽക്കണ്ട, ഞാൻ ഇന്ത്യൻ പൗരനാണ് എന്ന് നമ്മുടെ മക്കൾ മുഖത്തു നോക്കി പറയുന്ന ഒരവസ്ഥയുണ്ടാകുന്നത്. ഇത് യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. അപ്പൊ അവസാനം നമ്മൾ ആയത്തോതും ഹദീസ് പറയും, ആഹാ എന്റെ സ്വതന്ത്ര ജീവിതത്തിന് മതമാണ് തടസ്സമെങ്കിൽ ആ ആയത്ത് എനിക്ക് വേണ്ട, ആ ഹദീസ് എനിക്ക് വേണ്ട. അത് പറഞ്ഞത് അള്ളാഹു ആണെങ്കിൽ ആ അള്ളാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അത് പറഞ്ഞു തന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ അങ്ങനെ ഒരു പ്രവാചകൻ എനിക്ക് വേണ്ട. ഇതിന്റെ പേരാണ് നിരീശ്വരവാദം എന്ന് പറയുന്നത്. ഇതിന്റെ പേരാണ് മതനിരാസം എന്ന് പറയുന്നത്. ഇതിന്റെ പേരാണ് മതരഹിത ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മതരഹിത സമൂഹത്തെ ഉണ്ടാക്കുവാനുള്ള ഒരു വളഞ്ഞ മഴയാണ് ഈ ലിബറലിസത്തിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അജണ്ട മനസ്സിലാക്കുക എന്നതാണ് ഈ ഫാമിലി കോൺഫറൻസിലെ
പ്രധാനമായ ഒരു വിഷയം എന്ന് ഞാൻ പറയുന്നത്. മനുഷ്യനെ നിയന്ത്രിക്കാൻ ധാർമ്മികതയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. വേറെ ആർക്കും ഇതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല മനുഷ്യനെ. ആ ധാർമ്മികത പഠിപ്പിക്കുന്നത് ആരാ? മനുഷ്യന്മാര് പഠിപ്പിച്ചാൽ ശരിയാവോ? ഇല്ല. 377 വകുപ്പ് പ്രകാരം സ്വവർഗരതി തെറ്റായിരുന്നു നമ്മുടെ ഇന്ത്യ രാജ്യത്ത്. ഇപ്പോ 377 വകുപ്പ് പിൻവലിച്ചു. ഇപ്പൊ അത് അനുവദനീയമാണ്. ഒരു കാലത്ത് വ്യഭിചാരം തെറ്റായിരുന്നു. പറയുന്നത് അവിഹിത ബന്ധം എന്ന് പറയാൻ പാടില്ല, വിവാഹേതര ബന്ധം എന്നേ അതിനെക്കുറിച്ച് പറയാൻ പാടുള്ളൂ എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. എല്ലാ കാര്യവും മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ശരി എന്ന് പറഞ്ഞത് ഇന്ന് തെറ്റാണെന്ന് പറയും, ഇന്ന് തെറ്റെന്ന് പറഞ്ഞത് നാളെ ശരിയാണെന്ന് പറയും. എന്നാൽ ഒരു കാലത്തും മാറ്റം വരാത്ത ആശയം ആർക്കേ പറയാൻ കഴിയുള്ളൂ? മനുഷ്യനെ സൃഷ്ടിച്ച സ്രഷ്ടാവിന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ആ അള്ളാഹു മനുഷ്യരെ നന്നാക്കിയെടുക്കാൻ വേണ്ടി പ്രവാചകന്മാരിലൂടെ അയച്ചതാണ് വേദഗ്രന്ഥങ്ങൾ. ആ വേദഗ്രന്ഥത്തിലെ അവസാന പതിപ്പാണ് വിശുദ്ധ ഖുർആൻ. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. നിശ്ചയമായും ഈ വിശുദ്ധ ഖുർആൻ ഏറ്റവും ചൊവ്വായതിലേക്കാണ് നിങ്ങൾക്ക് മാർഗം കാണിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ ഏറ്റവും ഋജുവായ വഴിയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ വിശുദ്ധ ഖുർആൻ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഖുർആൻ പറയണത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ട്. അതിനെന്തു വേണം? നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പടച്ചോണ്ട് എന്നും ഇതിനൊക്കെ നാളെ ഉത്തരം പറയേണ്ടി വരുന്ന ഒരു ലോകമുണ്ട് എന്നും നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ഒരു പരലോകമുണ്ട്, മരണമുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. ഈ സംസാരം എനിക്ക് അവസാനിപ്പിക്കാൻ കഴിയുമോ? എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇന്ന് പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്താൻ കഴിയുന്ന ഉറപ്പുണ്ടോ? പറയാൻ കഴിയില്ല. ഞാനൊരു സ്ഥലത്ത് മുമ്പ് ഒരു പ്രഭാഷണത്തിന് പോയിട്ട് അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അവിടുത്തെ സംഘാടകർ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളെ ഇന്നത്തെ വയല് കഴിഞ്ഞ് പോയപ്പോൾ ഒരു സഹോദരി പാടവരമ്പിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് അവിടെ വെച്ച് മരിച്ചു എന്ന് പറഞ്ഞു. ആ സഹോദരി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ വിചാരിച്ചിട്ടുണ്ടോ ഒന്ന് മരിക്കുന്നു? ഇത്രയേ ഉള്ളൂ നമ്മളെ അവസ്ഥ. നമ്മളെ വീട്ടിലെ പല കട്ടിലുകളും ഇന്ന് ഒഴിഞ്ഞു കിടക്കണില്ലേ? എത്ര ആളുകൾ കബറിനടിയിലാണ്? സഹോദരങ്ങളെ, അതുപോലെ നമ്മൾ എപ്പോഴാണ് പോകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ മരണത്തോടു കൂടി ജീവിതം അവസാനിക്കുമായിരുന്നെങ്കിൽ ഇവിടെ ഫാമിലി കോൺഫറൻസിന്റെ ആവശ്യമില്ല. അതിനുശേഷം രണ്ടാമത് നമ്മൾ എഴുന്നേറ്റ് വരും. എന്താ സംശയമുണ്ടോ? ഒരൊറ്റ കാര്യം ഞാൻ പറയാം. അതായത് നമ്മുടെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നമ്മൾ ഉണ്ടായത് എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് വൈദ്യശാസ്ത്രത്തിന് കൃത്യമായ ഉത്തരവൊന്നും പണ്ടുണ്ടായിരുന്നില്ല. അതിപ്പോ പറഞ്ഞാൽ നമ്മൾ ചിരിക്കും, അന്നത്തെ കണ്ടെത്തൽ പറഞ്ഞാൽ. പക്ഷെ ഇന്ന് നമ്മൾ ചോദിച്ചാൽ കൃത്യമായ ഉത്തരം അവർ പറഞ്ഞു തരും. കാരണം എന്താ? സ്കാനിങ് മെഷീനുകളും സംവിധാനങ്ങളും ഒക്കെ വന്നു. ഓരോ ആഴ്ചയിലെയും കുട്ടിയുടെ വളർച്ച നമുക്ക് കാണാൻ പറ്റും, അല്ലേ? അതിന്റെ വളർച്ചന്റെ രൂപം എന്താ? ആദ്യം അത് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു അട്ടയെ പോലെ ഒരു സാധനമാണ്. പിന്നെ അത് മാംസകഷ്ണമാകുന്നു, പിന്നെ അത് അസ്ഥിയാകുന്നു, പിന്നെ അതിനെ മാംസം കൊണ്ട് പൊതിയുന്നു. ഇതാണ് ഓരോ ആഴ്ചയിലുള്ള വളർച്ചയുടെ ഘട്ടങ്ങൾ. എന്നാൽ സ്കാനിങ് ഒന്നും കണ്ടുപിടിക്കാത്ത, വൈദ്യശാസ്ത്രത്തെ പറ്റി ഒരു അക്ഷരം അറിയാത്ത നിരക്ഷരനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകം കേട്ടത് ഒരു വാചകം നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചത്. ثم جعلناه نطفة في قرار مكين. പിന്നെ ഭദ്രമായ ഒരു പേടകത്തിൽ, അതാണ് ഗർഭപാത്രം, അതിനെ നാം നിക്ഷേപിച്ചു. ثم خلقنا النطفة علقة. പിന്നീട് ആ നുത്ഫയെ, ഇന്ദ്രിയത്തുള്ളിയെ അലക്കയാക്കി അഥവാ രക്തപിണ്ഡമാക്കി. فخلقنا العلقة مضغة. പിന്നീട് ആ അലക്കയെ മാംസപിണ്ഡമാക്കി. فخلقنا المضغة عظاما. പിന്നീട് ആ മാംസപിണ്ഡത്തെ അസ്ഥിയാക്കി മാറ്റി. فكسونا العظام لحما. പിന്നീട് ആ അസ്ഥിയെ മാംസം കൊണ്ട് പൊതിഞ്ഞു. ثم أنشأناه خلقا آخر. പിന്നീട് നല്ലൊരു സൃഷ്ടിയായി മറ്റൊരു സൃഷ്ടിയായി കൊണ്ടുവന്നു. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അത്രയും മനോഹരമായി സൃഷ്ടിച്ച അല്ലാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു. ഇത് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞൊരു സത്യമുണ്ട്. എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക, ഇത് സത്യമാണ് എന്ന് നിങ്ങൾ അംഗീകരിച്ചോ? എഴുത്തും വായനയും അറിയാത്ത അള്ളാന്റെ പ്രവാചകന് എങ്ങനെ ഇത്ര സൂക്ഷ്മമായി ഇന്ന് നമ്മുടെ സ്കാനിങ് മെഷീനിൽ കാണുന്ന ആ ഫോട്ടോയിലുള്ള കാര്യം കൃത്യമായി പറയാൻ എങ്ങനെ പ്രവാചകന് കഴിഞ്ഞു? ഇത് മനുഷ്യനെ സൃഷ്ടിച്ച സ്രഷ്ടാവിന്റെ
കലാമാണ്, വചനമാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് പറയാൻ കഴിഞ്ഞത് വിശുദ്ധ ഖുർആൻ ദൈവീകമാണ്. അതുകൊണ്ട് ഇത് സത്യമാണെങ്കിൽ ഇതിന്റെ തൊട്ടടുത്ത ആയത്തും സത്യമാണ്. എന്താണ് ആയത്ത്? സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ. ഇതിനുശേഷം നിങ്ങൾ മരിക്കുക തന്നെ ചെയ്യും. ആർക്കെങ്കിലും തർക്കമുണ്ടോ? ഇല്ല. അതിനുശേഷം പറയുന്ന ആയത്തും സത്യമാണ്. ഏതാണ് ആയത്ത്? സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബ്അസൂൻ. ഖിയാമത്ത് നാളിൽ നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും. ഖബറിന് രണ്ടാമത് വരും. നല്ലോണം ആലോചിച്ചോളി. മൈ ബോഡി മൈ റൈറ്റ് എന്ന് പറഞ്ഞ് ഒരു ജീവിതമേ ഉള്ളൂ എന്ന് തട്ടഹസിക്കുന്ന ന്യൂ ജനറേഷനോടാണ് ഞാൻ പറയുന്നത്. എനിക്ക് 18 വയസ്സായി, ഞാൻ തോന്നിയത് ചെയ്യും, എന്നെ പിടിച്ചു കെട്ടാൻ ആരുമില്ല എന്ന് പറയുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഖബറിൽ കൊണ്ടുപോയി വെച്ച് നാട്ടുകാരൊക്കെ മടങ്ങിയ അവിടെ മലക്ക് വരും, ചോദിക്കും, ഉത്തരം പറയേണ്ടി വരും. മോശപ്പെട്ട പ്രവർത്തനങ്ങളുമായിയാണ് മരിച്ചു പോയവനെങ്കിൽ അവൻ ആദ്യം സ്വർഗ്ഗം കാണിച്ചു കൊടുക്കുക ഖബറിൽ. അപ്പൊ അവന് സന്തോഷിക്കും. എന്നിട്ട് പിന്നെ അവന് നരകം കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, നിനക്ക് നരകമാണുള്ളത്. അപ്പൊ ഉണ്ടാകുന്ന ഒരു സങ്കടങ്ങളെന്ന് ആലോചിച്ച് നോക്കി. എന്നാൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത ആളാണെങ്കിലോ അവൻ ആദ്യം സ്വർഗം കാണിച്ചു കൊടുക്കും. അവൻ ഭയപ്പെടും. ഉടനെ അവന് നരകം കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, സ്വർഗമാണ് നിനക്കുള്ളത് എന്ന് പറയും. അപ്പോഴാണ് അവന് സന്തോഷം ഉണ്ടാകുക. ഇത് സംഭവിക്കും സുഹൃത്തുക്കളെ. പിന്നെ ഒരു കാഹളത്തിൽ ഊതപ്പെട്ട നമ്മളെല്ലാവരും ഖിയാമത്ത് നാളിൽ പരലോകത്ത് എഴുന്നേറ്റ് വരും. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വാഹിബതിഹി വ ബനീഹി. ഒരു സിംഹത്തിന്റെ മുമ്പിൽപ്പെട്ട മാൻപേട ഓടുന്നത് പോലെ സ്വന്തം ഭാര്യയിൽ നിന്ന് ഭർത്താവ് ഓടും, സ്വന്തം ഉപ്പയിൽ നിന്ന് ഉമ്മയോടും മക്കളോടും. ആരും പരസ്പരം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ടൂല. എല്ലാവർക്കും അവനാന്റെ കാര്യം ഉണ്ടാവുള്ളൂ. നഫ്സി നഫ്സി എന്ന് പറഞ്ഞിട്ട് ഓടുന്നൊരു സമയം വരാണ്ട്. അലിമത്ത് നഫ്സും മാ അഹ്ലറത് വഇദൽ ജഹീമു സുഇറത് വഇദൽ ജന്നത്തു ഉസിലിഫത് അലിമത്ത് നഫ്സും മാ അഹ്ലറത്. ഒരു ഭാഗത്ത് കത്തിജ്വലിക്കുന്ന നരകമത ആളിയാളി കത്തുന്നു, മറുഭാഗത്ത് പോകാൻ ആഗ്രഹിക്കുന്ന സ്വർഗമത അടുത്തടുത്ത് വരുന്നു. ആ സമയത്ത് ഓരോരുത്തരും ആലോചിക്കും, പടച്ചോനെ, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്താ ചെയ്തത്? നിസ്കാരം ഓർമ്മ വരുന്നില്ല, നോമ്പ് ഓർമ്മ വരുന്നില്ല, സക്കാത്ത് ഓർമ്മ വരുന്നില്ല. ആകെ ഓർമ്മ വരുന്നത് മദ്യം കഴിച്ചതാണ്, സിന്തറ്റിക് ലഹരി ഉപയോഗിച്ചതാണ്, അഴിഞ്ഞാട്ടം നടത്തിയതാണ്, ഇസ്ലാമികമായ വേഷം ധരിക്കാത്തതാണ്, എല്ലാ വൃത്തികേടുകളും ചെയ്തതാണ്, മറ്റുള്ളവനെ ചതിച്ചതാണ്, അയൽവാസിയുടെ ഭൂമി തട്ടിയെടുത്തതാണ്, മറ്റുള്ളവനെ കുത്തി കൊലപ്പെടുത്തിയതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഓർമ്മ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സങ്കടം? രണ്ടാമത് ദുനിയാവുക്ക് വരാൻ കഴിയോ? ഇല്ല. ഈ ഫാമിലി കോൺഫറൻസ് ഇതാ വിളിച്ചു പറയുന്നു, അങ്ങനെ ഒരു നാളുണ്ട്. അതിന്റെ മുമ്പ് സുഹൃത്തുക്കളെ മടങ്ങണം. ഇന്ന് ഈ ഫാമിലി കോൺഫറൻസിന് വന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് ഇതിന് ശേഷം 2 പ്രഭാഷണം കൂടി ഉണ്ട്. അതുകൂടി മുഴുവൻ കേട്ടിട്ട് ജീവിതത്തിൽ പുതിയൊരു തീരുമാനമെടുത്തുകൊണ്ട് മടങ്ങാൻ നമുക്ക് കഴിയണം എന്നാണ് എനിക്കിവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മളെല്ലാവരും മരിക്കും. പൂർണ്ണമായ പ്രതിഫലം നാളെ പരലോകത്താണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അതുപോലെ തന്നെ നമ്മുടെ കൈകാലുകൾ നാളെ പരലോകത്ത് സംസാരിക്കുന്ന അവസ്ഥയുണ്ടാകും. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം എന്ന് തുടങ്ങുന്ന ആയത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മനോഭാവമാണ് മാറേണ്ടത്. അതുകൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താണ് മനോഭാവം മാറണമെന്ന് ഞാൻ പറഞ്ഞത്? ഇത് കേൾക്കുമ്പോൾ ഉമ്മമാരും ഒക്കെ ആൾക്കാർ എന്ത് പറയും? പുതിയ കാലല്ലേ, പുതിയ കുട്ടികളല്ലേ, നമ്മളെന്നും കാലല്ല. അതുകൊണ്ട് അവരെന്താ ചെയ്യുക? അവരെ നിയന്ത്രിക്കാൻ കഴിയണില്ല. കാലത്തിനാരും കുറ്റം പറയണ്ട. കാലം എന്ന് പറയുന്നത് അള്ളയാണ്. അള്ളാനെ കുറ്റം പറയാൻ പാടില്ല. കാലത്തിനല്ല കുഴപ്പം, നമുക്കാണ് കുഴപ്പം. നമ്മൾ ഇടപെടണം. അതാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത് മക്കൾ പറയണത് എന്താ? എൻ്റെ ക്ലാസ്സിലുള്ളവരൊക്കെ അങ്ങനെയാണ്. അവരൊക്കെ ചുണ്ട് ചുവപ്പിക്കുകയാണ്, അവരൊക്കെ കോസ്മെറ്റിക്സ് ഉപയോഗിക്കുകയാണ്, അവരൊക്കെ മുഖം പുട്ടിയിട്ടിട്ടാണ് വരുന്നത്. അപ്പൊ ഞാനും അങ്ങനെ പോകട്ടെ. അവരൊക്കെ ജീൻസ് ഇട്ടിട്ടാ വരുന്നത്, അവരൊക്കെ ലെഗിൻസ് ഇട്ടിട്ടാ വരുന്നത്. അപ്പൊ ഞാനും അങ്ങനെ തന്നെ പോകട്ടെ. എല്ലാവരും ചെയ്യുന്നു എന്നതാണ് ഇന്ന് പുതിയൊരു ന്യായം. എല്ലാവരും ചെയ്യണീന്റെ കൂടെ പോയാ സ്വർഗത്തിലല്ലെത്തുക. ഒഴുകുന്നവരോടൊപ്പം ഒഴുകിയാൽ നരകത്തിലേക്കാണ് എത്തുക. നരകക്കാര് നാളെ വിലപിക്കുന്ന വർത്താനാണ് ഖുർആൻ പറയുന്നത്. എന്ത് ഞങ്ങൾ നരകത്തിലെത്താൻ കാരണം എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ പറയാണെന്ത്? ഞങ്ങൾ ഒഴുകുന്നവരോടൊപ്പം ഒഴുകിപ്പോയി എന്നാണ്. അതുകൊണ്ട് പുതിയ തലമുറ മനസ്സിലാക്കുക, പോകുന്നവരോടൊപ്പം പോകുന്നവർക്കല്ല സ്വർഗം, തിരിച്ചു നിൽക്കുന്നവർക്കാണ്, ഒഴുക്കിനെതിരെ നീന്തുന്നവർക്കാണ്.
അതിനുവേണ്ടി കരുത്ത് നേടാനാണ് ഈ ഫാമിലി കോൺഫറൻസ് നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് ആ രംഗം മനസ്സിലാക്കുക, തിരിച്ച് ചിന്തിക്കുക, വിഷയങ്ങൾ പഠിച്ചു മുന്നോട്ട് പോവുക. ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 10, 11 തീയതികളിൽ നമ്മുടെ യൂത്ത് കോൺഫറൻസ് മലപ്പുറത്ത് നടക്കുകയാണ്. ഇവിടെ വന്ന എല്ലാ യുവാക്കളും ആ യൂത്ത് കോൺഫറൻസിൽ വളരെ നേരത്തെ തന്നെ എത്തിച്ചേരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.